ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ചന്ദ്രയുടെ കുത്തുവാക്കുകളും ശ്രുതിയുടെ കളിയാക്കലും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ ചിരിയും പരിഹാസവും ഒക്കെ കണ്ടിട്ട് സഹിക്കാനാവാതെ പുറത്തേക്ക് കണ്ണീരോട് കൂടി തന്നെ പുറത്തേക്ക് ഓടിപ്പോവുകയാണ്. പുറകെയായിട്ട് രവീന്ദ്രനും ചെല്ലുന്നുണ്ട്. രവീന്ദ്രനും ചോദിക്കുകയാണ്, മോളെ എന്തുകൊണ്ട് നീ എന്നോട് ഇത് തുറന്ന് പറഞ്ഞില്ല? നിന്റെ വീട്ടിലേക്ക് നിന്റെ അച്ഛൻ മരിച്ചപ്പോഴാണെങ്കിലും നിനക്ക് കല്യാണം ആലോചിച്ചിട്ടാണെങ്കിലും ഞാൻ എത്ര തവണ നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നു. എന്നോട് എന്താ ഈ ഒരു സത്യം തുറന്ന് പറയാഞ്ഞത്? അതുകൊണ്ടല്ലേ ചന്ദ്ര എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി ഒന്നും പറയാൻ പറ്റാതെ ആയത് എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയുമ്പോൾ രേവതി പറയാണ്, അച്ഛാ അങ്ങനെ ഒരു സന്ദർഭമായിരുന്നില്ല. ഇവൻ ഇത് ചെയ്തതിന് ശേഷമൊക്കെയാണ് അച്ഛൻ മരണപ്പെട്ടതും അതുപോലെ തന്നെ പെട്ടെന്നായിരുന്നില്ലേ കല്യാണാലോചനകളും കാര്യങ്ങളും. അത് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്ത് സച്ചിയേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സച്ചിയേട്ടനാണ് ആരോടും പറയണ്ട എന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ രേവതി പറയാണ്. എന്തായാലും എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ, ഞാൻ നിസ്സഹായനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങനെ പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ രേവതിയുടെ അമ്മ രേവതിയെ ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ഹലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് രേവതിയുടെ ശബ്ദം കരഞ്ഞിട്ട് നിൽക്കണ ആ സമയത്താണ് വിളിക്കുന്നത്. അപ്പോൾ രേവതിയുടെ ശബ്ദം ഇടറിയത് കാണുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ? മോൾക്ക് എന്താ പറ്റിയത്? മോൾ കരഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല അമ്മേ എന്നൊക്കെ പറയുമ്പോൾ, നീ എന്നോട് നുണ പറയണ്ട, എന്താണ് മോളെ ഉണ്ടായത് അവിടെ? നിന്നെ സച്ചി വല്ലതും പറഞ്ഞു? സച്ചിയുമായി മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. രേവതി പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. എന്ത് പറ്റി മോളെ, എന്താടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുകയാണ്, അമ്മേ ശരത്ത് പണ്ട് സച്ചിയുടെ ഇത് 2 വീലർ മോഷ്ടിച്ചില്ലേ, ആ ഒരു കാര്യം ഇവിടെ ഇന്ന് അറിയാനിടയായി. 2 പോലീസുകാർ വന്നപ്പോൾ അയാളാണ് ഇത് പറഞ്ഞത്. അത് ഇവിടെ വലിയ പ്രശ്നമുണ്ടാക്കി. എൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്നവർ അത് വലിയ പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആകെ വെപ്രാളപ്പെടുകയാണ് രേവതിയുടെ അമ്മ ലക്ഷ്മി. അയ്യോ ഇനി എന്ത് ചെയ്യും മോള്? അപ്പം ഇങ്ങനെ പൊട്ടിക്കാരനുകൊണ്ട് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ എന്നെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടത്? എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, അത്ര എന്നെ നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. അപ്പം ആ സമയത്ത് മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ സച്ചി രേവതിയുടെ അമ്മ രേവതിയുടെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ ശരത്ത് വരുന്നത്, രേവതിയുടെ സഹോദരൻ പുറത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അനിയത്തിയോട് പറഞ്ഞു നിൽക്കുന്ന നേരത്താണ് അവൻ വരുന്നത്. എന്ത് പറ്റി അമ്മ, എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ശരത്ത് അങ്ങനെ അന്വേഷിക്കുമ്പോൾ, നീ തന്നെയാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് അവനെ 2 അടി അടിക്കുകയാണ് ചെയ്യുന്നത് രേവതിയുടെ അമ്മ ലക്ഷ്മി. അപ്പം ആ സമയത്ത് നമ്മുടെ ദേവ് പറയാണ്, വേണ്ട അമ്മ, അവൻ എന്തിനെ പഠിക്കണം, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ എന്ന് പറയുന്നു. നിനക്കറിയാലോ രേവതിയുടെ അമ്മായിമ്മയുടെ കാര്യം, ചന്ദ്രമതി ഇനി എന്തെല്ലാമായിരിക്കും എൻ്റെ മോളെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ചെയ്തിട്ടുണ്ടായിരിക്കുക. നീ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് അവിടെ നിൽക്കാനൊരു സൗകര്യവുമില്ല, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു കാര്യം കൂടി അറിഞ്ഞുക എൻ്റെ മോളൊരു അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവനാണ് എല്ലാത്തിനും കാര്യം, ഇവൻ തെറ്റ് ചെയ്യാൻ ഇവനെ മുൻപന്തിയിൽ ഉണ്ടായില്ലേ, ഇവര് 2 പെങ്ങന്മാരുണ്ടെന്നുള്ള കാര്യം അവൻ ഓർത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ശരത്തിനെ. അപ്പം ആ സമയത്ത് ശരത്തിനോട് പറയാണ്, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, വേഗം തന്നെ ചെന്ന് പോയിട്ട് രേവതിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഉള്ള എല്ലാവരോടും നീ മാപ്പ് പറയണം, ചെയ്തതിനൊക്കെ നീ മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ ശരത്ത് ശരി അമ്മ ഞാൻ പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മ നമ്മുടെ ശരത്തും കരയാണ് കേട്ടോ. അങ്ങനെ വേഗം തന്നെ ശരത്താണെങ്കിൽ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവന് നേരെ വാതിൽ തുറന്നെടുക്കണ കാണുമ്പോൾ അവൻ നേരെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ ചേച്ചി ചേച്ചി എന്നിങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അത്ര വലിയ ഒച്ചത്തിലൊന്നല്ല വിളിക്കുന്നത്, എന്നാലും അവനിങ്ങനെ ഉറക്കെ 2-3 വിളി വിളിക്കുകയാണ്. പക്ഷേ രേവതി കേൾക്കുന്നില്ല. രേവതി എവിടെയോ ആയിരുന്നു, അടുക്കളയില വേറെ എവിടെയൊക്കെ ആയിരുന്നു. ആ സമയത്ത് അവനിങ്ങനെ അതായത് ആ റൂമുകളിലൊക്കെ ഇങ്ങനെ തല എത്തിച്ച് ഇങ്ങനെ ഹാളിലേക്കും എല്ലായിടത്തും ഇങ്ങനെ നോക്കി, ഇങ്ങനെ അടുക്കളയിലൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ചന്ദ്ര അവിടേക്ക് വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, ചന്ദ്ര പറയുകയാണ്, എടാ കള്ള, നീ എന്താണ് ഇവിടെ, നീ എന്ത് മോഷ്ടിക്കാനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ച് തുടങ്ങി വീണ്ടും ശരത്തിനോട്. ആ സമയത്ത് ശ്രുതി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ രേവതിയും ഓടി വരികയാണ്. രേവതി ചോദിക്കുന്നുണ്ട്, ശരത്ത് നീ എപ്പോഴാണ് വന്നത്, എന്താ നീ വന്നത് എന്നൊക്കെ ചോദിച്ച് വെപ്രാളപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ വെറുതെയാണ്, കള്ളത്തരാണ് പറയുന്നത്, അവൻ എവിടെ നിന്ന് എന്തോ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്, പെങ്ങൾ വിളിച്ചു വരുത്തിയതായിരിക്കില്ലേ, ആളില്ലാത്ത തക്ക നോക്കി വരാനൊക്കെ ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചന്ദ്ര തുടങ്ങി. അപ്പോൾ രവീന്ദ്രൻ അവിടെയുണ്ട്. രവീന്ദ്രന് പറയാണ്, ചന്ദ്ര നീ നിർത്തി എന്ന് പറയുന്നുണ്ട്. നിങ്ങളെന്തിനാ എന്നെ നിർത്തിക്കുന്നത്? ഇവള് ഈ സത്യങ്ങളൊന്നും നിങ്ങളോട് പോലും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് നിർത്താൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനെ മെക്കിട്ടക്കും കയറുന്നുണ്ട്
ചന്ദ്ര. അപ്പോൾ ആ സമയത്ത് രേവതി പറയാണ്, മോനെ നീ പൊക്കോ, നീ വീട്ടിലേക്ക് പൊക്കോ, ഇത് പറയണം കേൾക്കണ്ട, നീ പൊക്കോ എന്ന് പറഞ്ഞ് വേഗം ഉന്തി തള്ളി പറഞ്ഞയക്കാൻ നിൽക്കുമ്പോൾ അവിടേക്ക് ശ്രുതി വരികയാണ്. അപ്പോൾ ശ്രുതി വരുമ്പോൾ ഇവൻ എന്താ ഇവിടെ, ഈ കള്ളൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചിട്ടാണ് ശ്രുതി വരുന്നത്. എടാ കള്ള, നീ എന്തിനാണ്ട് ഇങ്ങോട്ട് വന്നത്, എന്ത് മോഷ്ടിക്കാനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ചന്ദ്ര പറയാണ്, ടാ അവൻ്റെ ബാഗ്, അവൻ്റെ ശരത്തിൻ്റെ തോളിലൊരു ബാഗ് ഉണ്ടായിരിക്കും, ആ ബാഗിൽ എന്താന്ന് നോക്കിയടാ, എന്തിട്ടാണ് അവന് ഇവിടുന്ന് മോഷ്ടിച്ചതെന്ന് നോക്കിയടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ വേഗം നമ്മുടെ ശ്രുതിയാണെങ്കിൽ വലിയ മാന്യനാണല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ ശരത്തിൻ്റെ തോളിൽ കിടക്കുന്ന ആ ഒരു ബാഗ് എടുത്തിട്ട് പരിശോധിക്കുന്നുണ്ട്. അതിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇങ്ങനെ കൊഴിച്ചിങ്ങനെ ഇടുകയാണ്. അപ്പം അതിൽ കുറേ പുസ്തകങ്ങളും വേറെ ഒന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ പേന അതുപോലെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിലത്ത് ഇങ്ങനെ വലിച്ച് അവനിങ്ങനെ കൊഴിച്ചവിടെ ഇട്ടിരിക്കുകയാണ്. ഇതിന് ശേഷം ചന്ദ്ര പറയുന്നുണ്ട്, അവൻ്റെ ആ പാൻറ്റിൻ്റെ പോക്കറ്റിലും ഷർട്ടിൻ്റെ പോക്കറ്റിലൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കടാ, എന്തിട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കടാ, എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് നോക്കടാ എന്ന് പറയുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, ഇല്ല എൻ്റെ സഹോദരൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ശ്രുതി ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സച്ചിയാണെങ്കിൽ ഇതുപോലെ ശ്രുതിയെ വഴക്ക് പറയുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ശ്രുതി ചിരിച്ച് മയങ്ങി തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അവൻ്റെ 2 പോക്കറ്റിലും ഷർട്ടിൻ്റെ പോക്കറ്റിലും പാൻറ്റിൻ്റെ പോക്കറ്റിലും എന്തോ ഒരു കുറ്റവാളി എന്ന പോലെ അവനിങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ശ്രുതിയോടും ചോദിക്കുന്നുണ്ട് രേവതി, എന്തിനാണ് എൻ്റെ സഹോദരൻ ഇങ്ങനെ അപമാനിക്കുന്നത്, അവനൊന്നും ചെയ്തില്ല, അവൻ എന്നെ കാണാൻ വന്നതാണ്, നീ പൊക്കോ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, അവനെ ആ പുറത്തേക്ക് വലിച്ച് തള്ളി ഇടടാ എന്ന് പറയാണ് വീണ്ടും. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശരത്തിനെ പുറത്തേക്ക് ഇങ്ങനെ ആ ഷർട്ടിൽ ഇങ്ങനെ ആ ബനിയനിൽ ഇങ്ങനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് തള്ളി വിടുന്ന ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശരത്ത് വീഴാൻ പോകും. അപ്പോൾ ഈ ബനിയൻ്റെ ഈ ഭാഗം നമ്മുടെ ശരത്ത് ശ്രുതിയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ദേഷ്യം വരാണ്. അപ്പം ശ്രുതിയാണെങ്കിൽ ശരത്തിൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ അവർ അടിയടിക്കുമ്പോൾ രേവതിക്കാണെങ്കിലും രവീന്ദ്രനാണെങ്കിലും ശരത്തിനാണെങ്കിലും അത് ഭയങ്കര ഒരു വിഷമാവാണ്. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ സഹോദരനെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അവൻ എന്തിനാ എൻ്റെ ശ്രുതിയേട്ടൻ്റെ ഷർട്ടിന് പിടിക്കാൻ നോക്കിയത്, അവൻ തല്ലാൻ വേണ്ടി വന്നതാണ്, അപ്പോഴാണ് ഞാൻ അടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശ്രുതി അങ്ങനെ അവളുടെ ന്യായം, അവളുടെ ഭാഗത്തായ ഇല്ലാത്ത ന്യായം ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ ശരത്തിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളിയിടുകയാണ്. തള്ളിയിടുന്നത് നേരെ വന്ന് വീഴുന്നത് നമ്മുടെ സച്ചിയുടെ ദേഹത്തേക്കാണ്. സച്ചിയുടെ ദേഹത്തും അതുപോലെ തന്നെ അനിയനും വന്നിട്ടുണ്ട്, ശ്രീകാന്തും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ സച്ചിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. സച്ചി നേരെ അകത്തേക്ക് കയറി വരികയാണ്, അവനെയും പിടിച്ചു വലിച്ചുകൊണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇവൻ എന്തിനകത്തേക്ക് കൊണ്ടുവന്ന്, ഇവൻ കള്ളനാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് ആരാ പറഞ്ഞത് നിങ്ങളോട് കള്ളനാണെന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ ബൈക്കുണ്ടല്ലോ പണ്ട് മോഷ്ടിച്ചത് ഇവനാണ് എന്ന് ചന്ദ്ര പറയുമ്പോൾ അതെനിക്കറിയാം, അതിനെന്താ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ബൈക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ നിനക്കറിയായിരുന്നോ എന്ന് ചന്ദ്ര ചോദിക്കണം. അതെ എനിക്കറിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെ, ഇവനെ ഈ കുറ്റപ്പെടുത്താൻ വലിയ കാര്യമൊന്നും പറയണ്ട, ഈ 2 പോലീസുകാർ വന്നിട്ടല്ലേ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞു, എന്നോട് ഇന്നലെ തന്നെ രാത്രി അച്ഛൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നോട് അച്ഛൻ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ ചന്ദ്ര രവീന്ദ്രനൊന്ന് നോക്കുകയാണ് ഇങ്ങനെ കണ്ണു തുറപ്പിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രനൊന്നും മിണ്ടാതെ തലയും കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, ഇവനെ നിങ്ങൾ കള്ളനെന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഇവൻ അപ്പുറത്തെ വീട്ടിലെ ഒരു ബൈക്കൊന്ന് കൊണ്ടുപോയി, അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു കള്ളനില്ലേ, 10 ലക്ഷം രൂപ അച്ഛൻ സമ്പാദിച്ച പൈസ കൊണ്ടുപോയ ഒരു കള്ളൻ, ആ കള്ളൻ എന്തേ നിങ്ങളെന്ത് ഉപദ്രവിക്കാത്തത്, അവനെന്തേ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കാത്തത്, അവനല്ലേ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കാണ്. അപ്പം സച്ചിയെ കണ്ടപ്പോൾ ആകെ പേടിച്ച് മുട്ടൊക്കെ വിറച്ച് നേരെ പെണ്ണിൻ്റെ പിന്നിൽ ഒളിച്ച് നിൽക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി അങ്ങനെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ പോലീസിനെ വിളിക്ക്, ആരോട്, നമ്മുടെ ശ്രുതിയോട് പറയാണ് പോലീസിനെ വിളിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, നീ വിളിക്ക്, എന്തായാലും ആദ്യം കൊണ്ടുപോകുന്നത് ഇവനെ ആയിരിക്കും, ശ്രുതിയെ ആയിരിക്കും. എൻ്റെ 10 ലക്ഷം രൂപ എനിക്കും എൻ്റെ ശ്രീകാന്തിനും കൂടി അനുഭവിക്കേണ്ട പൈസയാണ് ഇവൻ ഒറ്റയടിക്ക് കൊണ്ടുപോയി നശിപ്പിച്ചത്, അത് എനിക്ക് കിട്ടിയിരിക്കണം, അത് അങ്ങനെയാണെങ്കിൽ ഇവനെ ആയിരിക്കും ആദ്യം പോലീസ് കൊണ്ടുപോകുന്നതെന്ന് സച്ചി ഭീഷണിപ്പെടുത്തുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കാണ്. ശ്രുതിക്ക് പിന്നെ ഫോണും എടുക്കണ്ട ഒന്നും എടുക്കണ്ട എന്നുള്ള രീതിയിലാണ്. സച്ചിയെ കണ്ടപ്പോൾ ചെറിയൊരു പേടിയും ശ്രുതിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ സമയത്ത്
ചന്ദ്രയാണെങ്കിൽ ആ സത്യങ്ങളുടെ വിട്ട് തുറന്ന് പറയുന്നുണ്ട്. ബോധമില്ലാത്ത സമയത്ത് പലവും പറയുമല്ലോ. അപ്പോൾ പറയാണ് ഇവൻ്റെ കോളറിന് പിടിച്ചപ്പോൾ ശ്രുതി തല്ലി, ആരെ നമ്മുടെ ശരത്തിനെ തല്ലിയ കാര്യം ചന്ദ്ര തന്നെ പറയുന്നുണ്ട്. രേവതി പറയേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ അത് കേൾക്കുമ്പോൾ ഇവനെ തല്ലേ, നിനക്ക് എന്താ അവകാശമായിട്ട് ഇവനെ തല്ലാനായിട്ട് എന്ന് ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട് സച്ചി. ആ സമയത്ത് നീ എന്തിനാടാ ഇവിടേക്ക് വന്നത് ഇപ്പം എന്ന് ചോദിക്കുന്നുണ്ട് ശരത്തിനോട്. അപ്പം ശരത്ത് പറയാണ്, ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് ചേട്ടാ ഞാൻ വന്നത്. എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളവരോടൊക്കെ ഞാൻ ചെയ്തതിന് മാപ്പ് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്നും കൂടി ശരത്ത് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു വല്ലാത്തൊരു അടിയായി മാറുകയാണ്. അതിനാണ് വന്നതെന്നൊന്നും അവർക്ക് അറിയില്ലല്ലായിരുന്നത്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, കേട്ടില്ലേ, ഇവൻ ചെയ്ത തെറ്റിവന് മനസ്സിലായി, ഇവൻ അതെല്ലാവരോടും പറഞ്ഞ് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് ഇവന്. ആ ഒരു മാപ്പ് പറയാൻ വേണ്ടി വന്ന പയ്യനെയാണ് നിങ്ങൾ ഇത്രയധികം ദ്രോഹിച്ചതും തല്ലിയതും ഇറക്കി വിടാൻ നോക്കിയതൊക്കെ. ഇവൻ ഇത്ര വലിയ തെറ്റ് ചെയ്ത് 10 ലക്ഷം രൂപ കൊണ്ടുപോയി ഒരു പെൺകുട്ടിയുടെ ജീവിതം കല്യാണ പന്തലിൽ നിന്ന് ഇവൻ ഓടിപ്പോയി. ഇവൻ ഒരാളോടെങ്കിലും മാപ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ശ്രീകാന്ത് നിന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ പലതവണ വിചാരിച്ചു എന്നോട് എപ്പോഴെങ്കിലും വന്ന് മാപ്പ് പറയുന്നു, എവിടെ ഒരു കുറ്റബോധവും ഇല്ല, ഒരു മാപ്പ് പറച്ചിലും ഇല്ല എന്ന് ശ്രീകാന്ത് മറുപടി പറയാണ്. കേട്ടില്ലേ, ഇനി എങ്ങാനും ഇവനെ തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അറിയും, അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റിയ ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ എല്ലാവരെയും വഴക്ക് പറയുന്നുണ്ട് സച്ചി. എന്നിട്ട് നമ്മുടെ ശരത്തിനെ കൂട്ടിയിട്ട് രേവതിയോട് പറയാണ്, അടുക്കളയിൽ പോയി അവന് ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ നോക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ചന്ദ്രയ്ക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീ ചെല്ലടി എന്ന് പറഞ്ഞിട്ട് രേവതിയെ വഴക്ക് ഇങ്ങനെ ഇതറിയുന്നുണ്ട്. അങ്ങനെ ശരത്തിനെയും കൂട്ടി അവൾ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. ശരത്താണെങ്കിൽ പാവം തല കുമ്പിട്ടിരുന്ന് ഇങ്ങനെ ഒരു ആൺകുട്ടി ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഒരു അനക്കോ ഇല്ലാതെ ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുക്കുകയാണ്. അപ്പോൾ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് രേവതി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശരത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാരമില്ലടാ, നീ കരയണ്ട, എന്തായാലും ചെയ്തു പോയി, ഇനി എന്തായാലും മേലാൽ ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും നീ ആവർത്തിക്കരുത് മോനെ എന്ന് പറയുന്നുണ്ട്. ഇല്ല ചേച്ചി, ഞാൻ കാരണം ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്, ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാപ്പൊക്കെ പറഞ്ഞ് അവർ പരസ്പരം അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ തന്നെ കാണാം. എന്തായാലും ശ്രുതിയുടെ ഈ അഹങ്കാരത്തിനുള്ള ചുട്ട മറുപടി ഉടനെ തന്നെ നമ്മുടെ ശ്രുതിക്ക് കിട്ടിയിരിക്കും. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നമുക്ക് ഉടനെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.